വെൽക്കം ടു മൂവി പ്രാൻ. ജൂലൈ 31-നകം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് തീർക്കണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കേസിൽ ഏറ്റവും നിർണായകമായ സാക്ഷികളിൽ ഒരാളായ ബാലചന്ദ്രകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇരുവൃക്കകളും തകരാറിലായ ബാലചന്ദ്രകുമാറിനെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബാലചന്ദ്രകുമാറിന് ഗുരുതരമായ അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇരുവൃക്കകളും സ്തംഭിച്ചതോടെ ബാലചന്ദ്രകുമാർ ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസിന് വിധേയമായിരുന്നു. അസുഖം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ ദിവസം ഡയാലിസിസ് തടസ്സപ്പെട്ടത്. ആരോഗ്യസ്ഥിതി മോശമായതോടെ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായത്തോടെയാണ് ചികിത്സാ കാര്യങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മിയും സംവിധായകൻ പ്രകാശ് ബാരയും ബാലചന്ദ്രന് ചികിത്സാ സഹായം തേടിയെത്തിയിരുന്നു. ഇപ്പോഴത്തെ മറ്റൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തേനും പാലും ഒഴുകുമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് നിർമ്മാതാവ് സജി നന്ദ്യാൽ. ഇപ്പോൾ അദ്ദേഹത്തിന് വയ്യാതെ വന്നപ്പോൾ എന്താണ് തിരിഞ്ഞു നോക്കാത്തത്? ഒരാൾക്കൊരു അസുഖമുണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് ശരിയല്ല. നമ്മൾക്കും ആ അസുഖം നാളെ വരാം. കുറച്ചൊക്കെ മനുഷ്യത്വമാണ് കാണിക്കേണ്ടത് എന്നും സജി പറയുന്നു. വെള്ളത്തിന്റെ കുമിള പോലെയാണ് നമ്മളുടെ ഒക്കെ ജീവിതം. എപ്പോൾ വേണമെങ്കിലും ഇല്ലാതെയാകാം. ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. മരണം നമ്മൾ എല്ലാവരെയും തേടി വരുന്ന ഒന്നാണ്. അതിന്റെ നിയമപുസ്തകത്തിൽ നമ്മൾ ഒന്നാണ്. ദിലീപിന്റെ കേസിൽ പുനരന്വേഷണം നടന്നത് ഇതേ ബാലചന്ദ്രകുമാർ വന്നതോടെയാണല്ലോ. അതിന്റെ കോലാഹലത്തെക്കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ബാലചന്ദ്രകുമാർ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കിഡ്നിക്ക് പ്രശ്നമായി ആശുപത്രിയിലുമായി. ജീവൻ തിരികെ പിടിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുണ്ട്. ഞാനൊരു മനുഷ്യൻ എന്ന നിലയിൽ പറയുന്നു, അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇത് നാളെ നിങ്ങൾക്കും എനിക്കും ഒക്കെ വരാം. നമ്മളൊക്കെ പച്ച മനുഷ്യരാണ്. ചാനൽ ചർച്ചയിൽ ഞാനും അദ്ദേഹവും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ യൂസ് ചെയ്ത ശേഷം കറിവേപ്പില പോലെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ കണ്ടിരുന്നു. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തു ചെയ്തു എന്നാണ്. ആ മനുഷ്യന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറെ ആളുകൾ അദ്ദേഹത്തിന്റെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കാനുള്ള സമയമല്ല ഇത്. നിങ്ങൾ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല? നിങ്ങൾ മാതൃകയാകൂ. അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ലക്ഷോപലക്ഷം രൂപ നേടിയ ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ ഇവിടെയുണ്ട്. നല്ല കാലത്ത് മാത്രമല്ല കൂടെ നിൽക്കേണ്ടത്, പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിൽക്കണം. നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര പണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല? ഞാൻ അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ആളാണ്. അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈ ചികിത്സാ സഹായത്തിനായി ഒരു തുക കൊടുക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തെ മുതലെടുത്തവർ എവിടെ? എന്റെ ചോദ്യം ഇതാണ്. അദ്ദേഹത്തിന് ആപത്ത് വന്നപ്പോൾ എന്തിനാണ് നാട്ടുകാരോട് ചോദിക്കുന്നത്? ഞാൻ അറിയുന്ന ദിലീപ് ബാലചന്ദ്രകുമാർ ആവശ്യപ്പെട്ടാൽ ചികിത്സയ്ക്ക് പണം നൽകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബാലചന്ദ്രകുമാറിന് മധുരയിൽ കണ്ണോപ്പറേഷൻ നടത്തിക്കൊടുത്ത ആളാണ് ദിലീപ്. അത് ചാനൽ ചർച്ചയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കുടുംബം ആവശ്യപ്പെട്ടാൽ ദിലീപ് എന്ന വ്യക്തി ഉറപ്പായും ബാലചന്ദ്രകുമാറിന്റെ ചികിത്സ ഏറ്റെടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ എന്തൊക്കെ നേടിയാലും ഒരു സമയം ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു പോകേണ്ടവരാണ്. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. ബാലചന്ദ്രകുമാർ എന്ന വ്യക്തിക്ക് എന്നാലാകുന്ന നിലയിൽ സംഭാവന കൊടുക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷേ ഞാൻ നാട്ടുകാരോട് പറയില്ല. ആരാന്റെ പന്തിയിൽ വാ എന്റെ വിളമ്പ് കാണാൻ അത് വേണ്ട. ദിലീപ് ഉറപ്പായും ആ പണം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്നും സജി പറയുന്നു. കഴിഞ്ഞ 1 വർഷത്തോളമായി വൃക്ക രോഗബാധയെ തുടർന്ന് ബാലചന്ദ്രകുമാർ ചികിത്സയിലാണ്.